പാല് കുടിച്ചാൽ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ കൂടുമോ? അലർജിയുള്ള ആളുകളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇൻഫ്ലമേഷൻ. നമ്മൾ കഴിക്കുന്ന വഴി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുവഴി തന്നെ കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുണ്ടാവും. കഫക്കെട്ടൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനും ഇത് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് അലർജിയുള്ള ആളുകൾക്ക് പാൽ ഒഴിവാക്കിയാൽ തന്നെ അലർജി നല്ല രീതിയിൽ കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ പാലിലാണെങ്കിൽ കൂടുതലായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അലർജിയുള്ള ആളുകൾക്ക് അധിക പ്രോട്ടീൻസും ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. ദഹിക്കാത്ത ഈ പ്രോട്ടീൻ നമ്മളെ കുടലിൽ എത്തുകയും ലീക്കി കെട്ട് വഴി നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തിയാൽ ഒരുപാട് അലർജിയുടെ ട്രിഗേഴ്സ് ഉണ്ടാവാറുണ്ട്. കഫക്കെട്ട് ഉണ്ടാവുന്നു, തുമ്മല്, മൂക്കൊലിപ്പ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാവുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾക്കൊക്കെ നിർബന്ധിച്ച് പാൽ കൊടുക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അലർജി ഉള്ള ആളാണെങ്കിൽ പാലും പാൽ പ്രോഡക്ട്സും തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലത്. അതിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൈരും മോരും തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ തൈരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ജിഞ്ചർ അതുപോലെ കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനെ നമ്മൾ കഴിക്കുന്ന വഴി നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും കഫക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മോരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സംഭാരം പോലെ ആക്കി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ള ഇൻഫ്ലമേഷൻ ഒന്നുകൂടി കുറയാനും അതുപോലെ തന്നെ പ്രോബയോട്ടിക്സിന്റെ എഫക്ട്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ്. അലർജിയുള്ള ആളുകളെ ഇനിയെങ്കിലും നിങ്ങൾ പാൽ കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കാതിരിക്കുക. അതിന് പകരം ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈരും മോരൊക്കെ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ അലർജിയെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ.